കോക്കസ് ദ്വീപിലെ കണ്ടൽ ചെടികളാൽ നിറഞ്ഞ ഒരു ചതുപ്പ് പ്രദേശം. അതിലെ തടാകത്തിലൂടെ പതുക്കെ തീരത്തോട് അടുക്കുകയാണ് ആ കയാക്ക്. തീരത്തോടടുത്ത് ഉപേക്ഷിക്കപ്പെട്ട 2 പഴയ വെയർഹൗസുകൾ കാണാം. ആളൊഴിഞ്ഞ ആ പഴയ കെട്ടിടങ്ങളിലേക്കാണ് എംഗലോ വിയേര അടങ്ങുന്ന 3 അംഗ സംഘം എത്തിയത്. പുറമെ കാട് കയറി എന്ന് തോന്നുന്നെങ്കിലും കെട്ടിടത്തിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ഒരു കമാൻഡ് സെൻറ്റർ ആയിരുന്നു അത്. ലിമയിലെ നിധി തേടിയിറങ്ങിയതായിരുന്നു അവർ. അത്യാധുനിക സ്കാനിംഗ് ആൻഡ് റഡാർ സംവിധാനങ്ങളടങ്ങിയ ആ കെട്ടിടത്തിനുള്ളിൽ അതീവ ടെൻഷനോടുകൂടി നിൽക്കുന്ന വിയേരയെ ഞെട്ടിച്ചുകൊണ്ട് ഒരു ശബ്ദം കേൾക്കുന്നു. ഞെട്ടലോടുകൂടി പുറത്തേക്ക് നോക്കവേ ദൂരെ ഒരു ഹെലികോപ്റ്റർ പ്രത്യക്ഷപ്പെടുന്നു. അത് ഇന്റർപോൾ കമാൻഡോസിനെയും വഹിച്ചുകൊണ്ടുള്ള ഹെലികോപ്റ്ററാണെന്ന് മനസ്സിലാക്കിയ വിയേരയും സംഘവും അപകടം മണക്കുന്നു. അവർ ജെറ്റ് സ്കീയിങ് കൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. എന്നാൽ അവരെ വീണ്ടും ഞെട്ടിച്ചുകൊണ്ട് അവരുടെ തലയ്ക്ക് മീതെ ഒരു മിലിറ്ററി ഡ്രോൺ പ്രത്യക്ഷപ്പെടുന്നു. ഡ്രോണിൻ്റെ സ്കാനിംഗ് റേഡിയസിൽ പെടാതെ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് അവർ. അതേസമയം ഹെലികോപ്റ്ററിൽ നിന്നും കമാൻഡോസ് റോപ്പ് മാർഗം ആ കണ്ടൽക്കാടിനുള്ളിലേക്ക് ഇറങ്ങുകയാണ്. ചെളി നിറഞ്ഞ ചതുപ്പ് നിലത്തിൽ കമാൻഡോസ് ലാൻഡ് ചെയ്യുന്നു. അവരുടെ ശ്രദ്ധയിൽ ആ ചെളിയിൽ പതിഞ്ഞിരിക്കുന്ന കുറേ ബൂട്ട് പ്രിൻ്റുകൾ കണ്ട് അവർ ആ ബൂട്ട് പ്രിൻ്റ് ഫോളോ ചെയ്യാൻ തീരുമാനമെടുക്കുന്നു. ആ ബൂട്ട് പ്രിൻ്റ് അവരെ കൊണ്ടെത്തിച്ചത് ആ ഒഴിഞ്ഞ വെയർഹൗസിന് മുന്നിലാണ്. രണ്ടും കൽപ്പിച്ച് അവർ അതിനുള്ളിൽ കയറാൻ ശ്രമിക്കുന്നു. അകത്ത് കടന്ന് അവർ കണ്ടത് ഇരുളടഞ്ഞ റൂമുകളും ഉപേക്ഷിക്കപ്പെട്ട ചില ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ആണ്. തുടർന്ന് അവർ ഒരു സെർച്ച് ആരംഭിക്കുന്നു. അതിൽ നിന്നും ഒരു സ്റ്റോറേജ് ഡിവൈസ് കണ്ടെടുക്കുന്നു. ആകാംക്ഷപൂർവ്വം അവർ അത് എൻക്രിപ്റ്റ് ചെയ്യുവാൻ വേണ്ടി ലാപ്ടോപ്പുമായി കണക്ട് ചെയ്യുന്നു. കൂടാതെ കമാൻഡോസിൽ ഒരാൾ ലോസ് ഏഞ്ചൽസിലെ ഇന്റർപോൾ ഹെഡ്ക്വാർട്ടേഴ്സുമായി ബന്ധപ്പെടുകയായിരുന്നു. അയാൾ പറഞ്ഞു, ഏജന്റ് ആഗ്നസ്, ഞങ്ങളിവിടെ ഒരു സ്റ്റോറേജ് ഡിവൈസ് കണ്ടെത്തി. അത് എൻക്രിപ്റ്റിംഗ് ചെയ്തു. പക്ഷേ അതിനുള്ളിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു സ്ക്രീൻഷോട്ട് മാത്രം. ആ ഫയൽ ഞാനിപ്പോൾ അങ്ങോട്ട് അയക്കുകയാണ്. നിങ്ങളിതൊന്ന് കാണണം. ശേഷം ലോസ് ഏഞ്ചൽസിലെ ഇന്റർപോൾ ആസ്ഥാനത്തിലെ ആ വലിയ മോണിറ്ററിൽ ആ ചിത്രം തെളിഞ്ഞു വന്നു. ആ ചിത്രം കണ്ട ആഗ്നസ് തൻ്റെ മറ്റ് ഏജൻസിനോട് പറഞ്ഞു, ഗൈസ്, പ്ലീസ് ഫൈൻഡ് ഔട്ട് വയർ ഇറ്റ് ഈസ്, വാട്ട് ഇറ്റ് ഈസ് ആൻഡ് വാട്ട് ഇറ്റ് ഹാവ്.